ഏറെ ഞെട്ടിലുണ്ടാക്കുന്ന അതിലേറെ വേദനപ്പെടുത്തുന്ന വിവരങ്ങളാണ് നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലേക്ക് വന്നത്. നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണ്. സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതടക്കം ശരീരത്തിൽ 51 മുറിവുകളാണ് കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നത്. ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തി. തെളിവെടുപ്പിനിടെ രണ്ടാനച്ഛൻ അഷ്കറിനെതിരെ ജനരോഷമുണ്ടായി. എൻ്റെ പിന്നിൽ കാണുന്ന നെടുമങ്ങാട് കരിങ്കുഴിയിലെ ഈ വീട്ടിലാണ് അർഷിദും ഒരുപക്ഷെ രക്ഷിതാക്കളെന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം താമസിച്ച രണ്ടുപേരും ഉണ്ടായിരുന്നത്. അതിനൊപ്പം രണ്ടാനച്ഛൻ്റെ കുടുംബാംഗങ്ങളും സഹോദരിയും ഭർത്താവും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീട്ടിലാണ് ആ ക്രൂരതകൾ അരങ്ങേറിയത്. ആ വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആ കടന്നുപോയ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് കുഞ്ഞ് കടന്നുപോയത് അത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തുന്നത്. കാരണം ആ ശരീരത്തിൽ 51 മുറിവുകളാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പരിക്കുണ്ടായിരുന്നു. ശരീരത്തിൽ പൊള്ളലേറ്റ പാടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപാണ് എന്തായാലും ഇവിടെ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ഈ രണ്ടാനച്ഛനെ ഇവിടെ എത്തിക്കുന്നത്. അഷ്കറിനെ എത്തിച്ച ശേഷം തെളിവെടുപ്പ് നടത്തി. ഏറ്റവും പ്രധാനമായി വീടിന് മുറ്റത്തെ ഇടതുവശത്തുള്ള ഈ പ്രദേശത്ത് ആണ് പോലീസ് വ്യാപകമായി പരിശോധന നടത്തിയത്. ഇവിടെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ പലതും കാണാം. ഒപ്പം ഇവിടെ ഈ പറയുന്ന നാട്ടുകാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ സംഭവം ഉണ്ടായ ശേഷം കൊലപാതകമാണെന്ന് പുറത്തറിഞ്ഞ ശേഷം പല സാധനങ്ങളും കുഞ്ഞിനെ കത്തിച്ചു കളയാൻ ശ്രമിച്ചു. അതിൽ നിന്നൊരു കത്ത് കിട്ടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പ്രതിയെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം അവർ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങൾ നിസ്സഹായരായിപ്പോയല്ലോ എന്ന കുറ്റബോധമാണ് ഞങ്ങൾക്കുള്ളത് എന്നവർ ആവർത്തിച്ച് പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേനെ എന്നും പറയുന്നു. തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ളത്. കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സുണ്ട്, ഈ ഒരു കത്തിയ ലെറ്ററിൻ്റെ ഭാഗമുണ്ട്. പിന്നെ അതിന് മുന്നേ തന്നെ ഫോറൻസിക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഈ വീട് എല്ലാം കഴുകി വൃത്തിയാക്കി തെളിവ് നശിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഇപ്പോഴും ആ വിറയിൽ മാറിയിട്ടില്ല. അത്രയ്ക്ക് ഒരു മൃഗീയമായിട്ട് ഒരു മനുഷ്യ കുഞ്ഞിനോട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഒരു കുഞ്ഞു മക്കൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടാവരുത്. അത്രയ്ക്ക് ഞങ്ങൾ സഹിക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. അവരെന്തായാലും അവനെ വിടരുത്. അവർക്ക് ശിക്ഷ നല്ലതുപോലെ കിട്ടണം. ഒരു മക്കൾക്ക് ഇനിയൊരു ഇതോ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് നീതി ലഭിക്കണം എന്ന ഉറച്ച ആവശ്യത്തിലാണ് ഈ നാട്ടുകാരുള്ളത്. അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ കുഞ്ഞിനൊപ്പം സന്ധി ചെയ്യുകയാണ്, കുഞ്ഞിനൊപ്പം നിൽക്കുകയാണ്. ഒപ്പം ഈ ക്രൂരതയിൽ ഇടപെട്ട ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം കടുത്ത ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യവുമായാണ് അവർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.